ഓപ്പൺ ഹവറിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ജൂലൈ 1 മുതൽ രാജ്യത്ത് പുതിയ ക്രിമിനൽ നിയമം നടപ്പാക്കി കഴിഞ്ഞു. 1860 മെക്കാളെ പ്രഭു രൂപകൽപ്പന ചെയ്ത് നടപ്പാക്കിയ ഇന്ത്യൻ പീനൽ കോഡ് ഭാരതീയ ന്യായ സംഹിതയായി മാറി. അതുപോലെ CRPC, ഇന്ത്യൻ എവിഡൻസ് ആക്ട് ഇതെല്ലാം മാറി പുതിയ നിയമത്തിലേക്ക് വന്നിരിക്കുകയാണ്. പൊതുജനങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് നിരവധി സംശയങ്ങളുണ്ട്. എങ്ങനെയാണ് ഒരാൾ കേസിൽ അകപ്പെടുക? ഏതെങ്കിലും തരത്തിൽ അവർക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമോ ഈ മാറ്റങ്ങൾ? ഇതുമായി ബന്ധപ്പെട്ട് നമുക്കൊപ്പം ഇന്ന് ഈ വിവരങ്ങൾ, ഈ ഇത്രയും കാര്യങ്ങൾ നമുക്ക് ക്ലിയർ ചെയ്ത് തരാനായിട്ട് നമ്മളോടൊപ്പം ചേരുന്നത് അഡ്വക്കേറ്റ് സന്തോഷ് കുമാറാണ്. അദ്ദേഹം ഹൈക്കോടതി അഭിഭാഷകനും അതുപോലെ ബാർ കൗൺസിലിൻ്റെ ഭാരവാഹിയും ലോ ട്രസ്റ്റിൻ്റെ ചെയർമാനുമൊക്കെയാണ്. നിരവധി ജഡ്ജിമാരെ സൃഷ്ടിക്കുന്ന ഒരു സ്ഥാപനത്തിൻ്റെ ചെയർമാൻ. ഈ സാറിനോട് ഞാൻ ചോദിക്കുന്നത്, നമ്മുടെ ഈ നിയമം, ഈ ഭാരതീയ ന്യായ സംഹിത നടപ്പാക്കിയപ്പോൾ ഡൽഹിയിലെ ബാർ കൗൺസിൽ പറഞ്ഞത്, അമിത്ഷായോട് പറഞ്ഞത്, ഈ നിയമം നടപ്പാക്കുന്നത് താൽക്കാലികമായി നിർത്തിവെക്കണമെന്നാണ്. എന്താണ് ഇപ്പോഴും ഇതിനകത്തൊരു ആശങ്ക നിലനിൽക്കുന്നത്? ഈ പുതിയ നിയമങ്ങൾ ക്രിമിനൽ മേജർ ആക്ട്സ് എന്നാണ് നമ്മുടെ ഈ ഇന്ത്യൻ പീനൽ കോഡ്, CRPC, എവിഡൻസ് ആക്ട്. പ്രത്യേകിച്ച് നമ്മുടെ ഇന്ത്യയിലെ, ഭാരതത്തിലെ ക്രിമിനൽ നിയമവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട നിയമങ്ങളാണ്. അപ്പോൾ ഈ നിയമങ്ങളിൽ മാറ്റം വരിക, പെട്ടെന്നൊരു മാറ്റം വരിക എന്ന് പറയുമ്പോൾ, പെട്ടെന്നല്ല എന്നാലും കുറച്ച് സമയം ആയി. നമ്മുടെ 2023 ഇത് പാസ്സാക്കിയതെങ്കിലും 2024 ജൂലൈ 1 മുതലാണ് നിലവിൽ വന്നത്. അപ്പോൾ ഇത്രയും കാലം അത് നടപ്പിലാക്കുന്നതിലേക്ക് വേണ്ടി നീട്ടിവെക്കാനുള്ള കാരണം തന്നെ അഭിഭാഷകർക്കും അതുപോലെ തന്നെ പോലീസ് ഓഫീസേഴ്സിനും ജുഡീഷ്യൽ ഓഫീസേഴ്സിനും ഇത് പ്രാവർത്തികമാക്കുന്നതിനെ സംബന്ധിക്കുന്ന ഒരു പ്രായോഗിക ബുദ്ധിമുട്ട് ഉണ്ട്. ഇപ്പോൾ FIR സെക്ഷൻ 184 അതിപ്പോൾ 173 പുതിയ നിയമത്തിൽ. അപ്പോൾ ഇതെല്ലാം പോലീസ് ഓഫീസേഴ്സിന് വളരെ കൺഫ്യൂഷനാവും. അപ്പോൾ അവർക്ക് കുറച്ച് കാലതാമസം കൂടെ വേണ്ടതാണ്, കാരണം ഇതൊന്ന് പഴകി വരുന്നതിലേക്ക്. അതുപോലെ തന്നെ ഒഫൻസുകൾ, ഇപ്പം മർഡർ 302 എന്നുള്ളത് ഇപ്പോൾ 103 മർഡറിൻ്റെ പണിഷ്മെൻറ്റ് പറയുന്നത്. 300 ഡെഫിനിഷൻ, പിന്നെ 101 റേപ്പൊക്കെ 375 എന്നുള്ളത് 63 അപ്പോൾ അങ്ങനെയുള്ള ഒരു ഈ പ്രായോഗികമായിട്ട് പോലീസ് ഓഫീസേഴ്സിന് കേസ് എടുക്കുന്നതിനും ചാർജ് തയ്യാറാക്കുന്നതിനും കോടതിക്ക് ചാർജ് ഫ്രെയിം ചെയ്യുന്നതിനും അതുപോലെ അഭിഭാഷകർക്കും പ്രത്യേകിച്ച്. അല്ല, ശരിക്കും പറഞ്ഞാൽ ഈ 163 വർഷങ്ങൾ പഴക്കമുള്ള ഈ നിയമങ്ങൾ മാറ്റി എഴുതപ്പെടേണ്ടത് തന്നെയല്ലേ? കുറച്ചൊക്കെ മാറ്റങ്ങൾ വരണം. അമെൻമെൻറ്റ് വരുത്താം, അങ്ങനെ ചെയ്യാം. എന്നാൽ കാതലായിട്ടുള്ള വ്യത്യാസങ്ങളൊന്നും ഇതിനകത്ത് വലിയ വ്യത്യാസങ്ങളൊന്നും കാണാം. അതായത് നമ്മൾ ഏതാണ്ട് 511 ഉണ്ടായിരുന്ന സെക്ഷൻ ഉണ്ടായിരുന്നത് ഇപ്പം 358 സെക്ഷനായിട്ട് കുറയുകയാണ് ചെയ്തത്. കുറഞ്ഞു പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഒഫൻസുകൾ ഒഴിവാക്കി എന്നല്ല. കുറച്ച് ഒഫൻസുകൾ ഒഴിവാക്കിയിട്ടുണ്ട്, ഇല്ലാന്നില്ല. പക്ഷേ എന്നാലും അതിന്റെ സിസ്റ്റമാറ്റിക്കായി അതാണ്. ഇപ്പോൾ ഈ സെക്ഷൻ 6 മുതൽ 52A വരെ ഒരു എക്സ്പ്ലനേഷൻ എന്ന് പറഞ്ഞുകൊണ്ട് അത്രയും സെക്ഷൻ ഉണ്ടായിരുന്നു. അതിപ്പോൾ ഒറ്റ സെക്ഷനിലാക്കി. സെക്ഷൻ 2 ഡെഫിനിഷൻ എന്ന് പറഞ്ഞിട്ട് 1, 2 എന്ന് പറഞ്ഞ് 38 സെക്ഷൻ ആക്കി. പിന്നെ അതുപോലെ അമെൻമെൻറ്റിൽ കൂടിയൊക്കെ ഉള്ള, അതുപോലെ ABC എന്നൊക്കെ ഇതെല്ലാം ഒറ്റ സെക്ഷനാക്കി. അതായത് ഒഴിവാക്കിയതല്ല, ഒഫൻസുകളൊക്കെ ഒഴിവാക്കിയിട്ടുണ്ട്, എന്നാലത് സിസ്റ്റമാറ്റിക് ഓർഡറിലാക്കി. പിന്നെ സ്ത്രീകൾക്കെതിരെയുള്ള ഒഫൻസ് അല്ല, ഞാൻ അതിലേക്ക് വരുന്നതിന് മുമ്പ് ഈ പൊതുജനങ്ങൾക്ക് അവരെ എങ്ങനെയാണ് ഇത്, ഞാൻ ഏതെങ്കിലും ഒരു പുതിയ കേസിൽ അകപ്പെട്ടാൽ അവർക്ക് ശരിക്കും പറഞ്ഞാൽ ഇതുവരെ പല നിയമങ്ങളും വക്കീലന്മാർ പറഞ്ഞു കൊടുത്തിട്ടുള്ള അറിവുകളൊക്കെ അവർക്ക് ഉണ്ടാകും. പക്ഷേ ഏതെങ്കിലും ഒരു നിയമത്തിൽ ഇപ്പോൾ പെറ്റി കേസാണെങ്കിൽ പോലും അത് ഏത് രീതിയിലായിരിക്കും അതിനെ ബാധിക്കുക? പെറ്റി കേസുകളൊന്നും വലിയ കാര്യമായിട്ടൊന്നും ബാധിക്കത്തില്ല. കാരണം അതിൽ സെക്ഷനിൽ മാത്രമേ വ്യത്യാസം വന്നിട്ടുള്ളൂ. പുതിയ ഒഫൻസുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് പൊതുജനങ്ങളെ കാര്യമായിട്ടൊന്നും ബാധിക്കത്തില്ല. പിന്നെ ഇപ്പം പൊതുജനങ്ങളെക്കാൾ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് ഇത് പ്രാവർത്തികമാക്കേണ്ടതായ പോലീസ് ഓഫീസേഴ്സിനും അതുപോലെ തന്നെ ജുഡീഷ്യൽ ഓഫീസേഴ്സിനും വക്കീലന്മാർക്കും. അപ്പോൾ എൻ്റെ സംശയം പറഞ്ഞാൽ ഇനി കാലതാമസം ഉണ്ടാവുമോ കേസുകൾക്ക്? കാലതാമസം ഒന്നും വരത്തില്ല. കാലതാമസം കുറയ്ക്കുന്നതിലേക്ക് വേണ്ടിയുള്ള സെറ്റപ്പുകളുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മുടെ CRPCയിൽ പ്രതി ഹാജരാകേണ്ട കാര്യമില്ല. ഇപ്പോൾ ഓഡിയോ വീഡിയോ റെക്കോർഡിങ്ങിൽ കൂടിയെല്ലാം പ്രതിക്ക് കസ്റ്റഡിയിൽ ഇരുന്നുകൊണ്ട് തന്നെ കോടതി നടപടികൾ നേരിടാം, വിചാരണയ്ക്ക് നേരിടാവുന്നതാണ്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ ഓഡിയോ വീഡിയോ റെക്കോർഡിംഗ് ഒക്കെ തെളിവായിട്ട് സ്വീകരിക്കാം എന്നുള്ളത് നമ്മുടെ എവിഡൻസ് ആക്ടിനകത്ത് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഭാരതീയ സാക്ഷ്യ അധിനിയം എന്നാണ് എവിഡൻസ് ആക്ടിൻ്റെ പേര്. എവിഡൻസ് ആക്ടിൽ 167 സെക്ഷൻ ഉള്ളത് 170 സെക്ഷനായി. അത് കൂട്ടിയതല്ല, ഈ അമെൻമെൻറ്റുകളൊക്കെ ഇൻഡിപെൻഡൻറ്റ് സെക്ഷനാക്കി മാറ്റിയത് കൊണ്ടാണ് അതിൽ വ്യത്യാസം വന്നത്. പിന്നെ പൊതുവെ വരുന്ന മറ്റൊരു വിമർശനം എന്ന് പറഞ്ഞാൽ ഈ ഭാരതീയ ന്യായ സംഹിത, അതൊരു സംസ്കൃതത്തിലൂടെയാണ് അതിന് പേരിട്ടിരിക്കുന്നത്. പക്ഷേ ഇംഗ്ലീഷിൽ വരണമെന്നുള്ളത് ഒരു
ഒരു ആശങ്ക അല്ലെങ്കിൽ അതൊരു ആരോപണമായിട്ട് ആൾക്കാർ പറയുന്നുണ്ട്. അത് ഈ ഭാരതീയ ന്യായ സംഹിത, ഭാരതീയ സാക്ഷ്യ അധിനിയമം, ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിത എന്നൊക്കെ പറയുമ്പോൾ അതിന് ഒരു ഭാരതീയ ചുവയുണ്ട്. അത് വേറെ കാര്യം. അത് പൊളിറ്റിക്കലാണോ അല്ലയോ എന്നുള്ള കാര്യമൊന്നും നമ്മൾ ഇവിടെ പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ പേരുമാറ്റം ബാധിക്കുകയില്ല, പ്രത്യേകിച്ചൊന്നും ബാധിക്കേണ്ട കാര്യമില്ല പേര് മാറിയത്. ഈ 8 സെക്ഷനുകളാണ് പുതുതായിട്ട് ആഡ് ചെയ്തിരിക്കുന്നത്. 8 പുതിയ വകുപ്പുകൾ പുതുതായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അതിൽ തന്നെ ഏറ്റവും ഒരു ആശങ്ക നിലനിൽക്കുന്ന ഒരു വകുപ്പ് എന്ന് പറയുന്നത് 69 എന്ന് പറയുന്ന ഒരു വകുപ്പാണ്. അത് പുരുഷന്മാരെ സംബന്ധിച്ചുള്ള അവർക്ക് ഏതെങ്കിലും തരത്തിൽ അവർക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ അവർ ഭയപ്പെടേണ്ട വകുപ്പുകളാണ് ഇതെന്ന് പൊതുവേ ഒരു വിലയിരുത്തൽ വന്നിട്ടുണ്ട്. അതായത് 69 എന്ന് പറയുമ്പോഴത്തേക്കും ഈ സെക്സ്വൽ ഇന്റർകോഴ്സ് ബൈ എംപ്ലോയിങ് ഡിസൈഡ്ഫുൾ മീൻസ് എന്നാണ് പറയുന്നത്. ഇത് റേപ്പല്ല. വാഗ്ദാനം നൽകിയുള്ള വിവാഹം കഴിക്കാം, ജോലി തരാം എന്നൊക്കെ പറഞ്ഞ് വാഗ്ദാനം നൽകി മുതിർന്ന ഒരു സ്ത്രീയെ വശപ്പെടുത്തി ഇന്റർകോഴ്സ് ചെയ്യും സമ്മതത്തോടു കൂടി. അപ്പോൾ അത് നിലവിലുള്ള നിയമത്തിൽ അത് റേപ്പിൻ്റെ മീനിങ്ങിനുള്ളിൽ വരില്ല. എന്നാലും ചതിമാർഗത്തിൽ കൂടി സമ്മതം വാങ്ങി ഇന്റർകോഴ്സ് കമ്മിറ്റ് ചെയ്യുന്നത് റേപ്പ് എന്ന് പറയുന്ന മീനിങ്ങിനുള്ളിൽ വരുമായിരുന്നു നമ്മുടെ 376-നകത്ത്, ചതിമാർഗത്തിൽ കൂടി. പക്ഷേ അത് ചതിമാർഗത്തിൽ കൂടി എന്ന് പറയുന്നത് നിയമപരമായി വിവാഹം കഴിച്ചു എന്ന് വിശ്വസിപ്പിച്ചുകൊണ്ട് ഇത് ഇന്റർകോഴ്സൊക്കെ ചെയ്യുന്നതാണ് ആ ചതിമാർഗം എന്ന് പറയുന്ന മീനിങ്ങിനുള്ളിൽ വരുന്നത്. അത് ഇതിൽ വരില്ലായിരുന്നു. അപ്പോൾ ജോലി വാഗ്ദാനം ചെയ്തും അതുപോലെ തന്നെ കല്യാണം കഴിക്കാമെന്നുള്ള മോഹന വാഗ്ദാനങ്ങൾ നൽകി ഒരു സ്ത്രീയെ മയപ്പെടുത്തി വശത്താക്കി ഇന്റർകോഴ്സ്, അവളുടെ സമ്മതത്തോടു കൂടി ഇന്റർകോഴ്സ് കമ്മിറ്റ് ചെയ്യുന്നത് കുറ്റകരമാണ്. അത് അത്തരത്തിലുള്ള പുരുഷന്മാർക്ക് അത് ആശങ്ക വരേണ്ട കാര്യമുള്ളൂ. 10 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റമാണ്. അതായത് ഈ നമുക്കിപ്പോൾ അറിയാവുന്ന പോലെ പല ഇൻഡസ്ട്രിയിലും പല മേഖലയിലും, ഞാൻ പ്രത്യേകിച്ച് പേരെടുത്ത് പറയുന്നില്ല, പല മേഖലയിലും ഇത്തരം ജോലി വാഗ്ദാനം അല്ലെങ്കിൽ അവസര വാഗ്ദാനങ്ങളൊക്കെ നൽകി ഇത്തരത്തിൽ ഏർപ്പെടാറുണ്ട്. അവരൊക്കെ കുറച്ച് നാൾ കഴിയുമ്പോൾ ചിലപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് വരാൻ. പക്ഷേ ഇത്രയും നാൾ അത് വേണമെങ്കിൽ നമുക്ക് പറഞ്ഞു നിൽക്കാവുന്ന ഒരു കാര്യമാണ്. അതിന് മുമ്പ് നടന്നിട്ടുള്ള കാര്യങ്ങൾക്ക് ബാധകമല്ല. ആ ഒരു സെക്ഷനാണ് പ്രധാനമായിട്ടും വേറെ വകുപ്പുകളെ കൊണ്ട്. അപ്പോൾ ഇതിൽ നമുക്ക് പുതിയ ഒരു ഒഫൻസിബിൾ ടെററിസ്റ്റ് ആക്ട് എന്ന് പറഞ്ഞുകൊണ്ട് 113-ലും, അതുപോലെ ഓർഗനൈസ്ഡ് ക്രൈം എന്ന് പറഞ്ഞിട്ട് 111-ലും, അതുപോലെ പെറ്റി ഓർഗനൈസ്ഡ് ക്രൈം എന്ന് പറഞ്ഞ് 112-ലും പുതിയ കുറ്റകൃത്യങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഈ കുട്ടികളെ കൊണ്ട് കുറ്റകൃത്യം ചെയ്യിപ്പിക്കുക, കുട്ടികളെ കൊണ്ട് കുറ്റകൃത്യം ചെയ്യിപ്പിക്കുന്നത് ഒഫൻസാണ്. നേരത്തെ അത് അബറ്റ്മെൻ്റ് എന്നുള്ള മീനിങ്ങിനുള്ളിൽ വരുമായിരുന്നു, പ്രേരിപ്പിക്കുക. ഇത് പ്രേരിപ്പിക്കുക എന്നുള്ള മീനിങ്ങിനുള്ളിലും വരും. കുട്ടി ആ കുറ്റകൃത്യം ചെയ്താൽ അത് നമ്മൾ ചെയ്തതുപോലെ കണക്കാക്കി അതിനുള്ള പണിഷ്മെൻറ്റ് പറയുന്നുണ്ട്. അതുപോലെ ആത്മഹത്യാ ശ്രമം ഒഴിവാക്കി 309 അതിനകത്ത് ആത്മഹത്യക്ക് ശ്രമിക്കുന്നത് കുറ്റകരമായിട്ട് നമ്മുടെ ഇന്ത്യൻ പീനൽ കോഡിൽ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഈ ആത്മഹത്യാ ശ്രമം എന്നുള്ള ആ കുറ്റകൃത്യം ഇപ്പോൾ ഒഴിവാക്കി 226-ൽ ഈ കമ്പല്ലിങ് അതോറിറ്റിയെ കമ്പല്ലി എന്നതിലേക്ക് വേണ്ടി ആത്മഹത്യക്ക് ശ്രമിക്കുന്നത് കുറ്റം. അതായത് നമ്മുടെ ഫാസ്റ്റിംഗ്, ഈ നിരാഹാര സമരം നടത്തുക, അതുപോലെ ഈ സെക്രട്ടേറിയറ്റിന്റെ മുൻപിൽ മരത്തിന്റെ മുകളിൽ കയറി ഇപ്പൊ ചാടിക്കളയുമെന്നൊക്കെ അത് കുറ്റകൃത്യമാണ്. അത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. എന്തെങ്കിലും ഒരു കാര്യസാധ്യത്തിന് വേണ്ടി ആത്മഹത്യാ ശ്രമം ഭീഷണി നടത്തി അങ്ങനെ ചെയ്യുന്നവർക്ക് എന്തായാലും ഉറപ്പായിട്ടും കേസ് ഉണ്ടാവും. അതുപോലെ നമ്മുടെ സെഡിഷൻ എന്ന് പറഞ്ഞിട്ട് 124A എന്ന് വെച്ചാൽ രാജ്യദ്രോഹം, അത് വിവാദമായിട്ടുള്ള ഈ അടുത്ത കാലത്തൊക്കെ വന്നതാണ്. സുപ്രീം കോടതി തൽക്കാലത്തേക്ക് അത് സ്റ്റേ ചെയ്തിരുന്നതുമാണ്. അതിൽ കേസെടുക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞൊരു കേസിനകത്ത് പറഞ്ഞിരുന്നതാണ് സുപ്രീം കോടതി. അപ്പോൾ അത് ഒഴിവാക്കി 124A. അതായത് രാജ്യത്തിനെ അപമാനപ്പെടുത്തത്തക്ക തരത്തിൽ ഹൂയെവർ ബൈ വേർഡ്സ് സ്പോക്കൺ ഓർ റിട്ടൺ, അതായത് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടാലും കുറ്റകരമായിരുന്നു. അത് ഒഴിവാക്കിയിട്ട് പുതുതായിട്ട് അതിന് മെൻസറിയായി ഇൻട്രൊഡ്യൂസ് ചെയ്തു. മെൻസറി എന്ന് പറഞ്ഞാൽ ദുരുദ്ദേശത്തോടു കൂടി, രാജ്യത്തെ അവഹേളിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി അത് ആക്ട് എൻഡേഞ്ചറിങ് സോവർണിറ്റി ആൻഡ് ഇൻറ്റഗ്രിറ്റി ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞിട്ട് 152 സെക്ഷൻ 152 അത് ഇൻട്രൊഡ്യൂസ് ചെയ്തു. അതിന് പകരമായിട്ട് അതിൽ എന്തൊക്കെയാണ് ഉൾപ്പെടുന്നത്? അതിൽ നമുക്ക് രാജ്യത്തിനെ കരുതേച്ച് കാണിക്കണമെന്നുള്ള മനഃപൂർവ്വമായ ഉദ്ദേശത്തോടു കൂടി നമ്മൾ എന്തെങ്കിലും പറയുക, സ്ഥാപനങ്ങൾ രാജ്യത്തിനെതിരെ. നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് പല പേജുകളുണ്ടാവും, പല പേരിൽ X or Y എന്നുള്ള പേരുകൾ അതൊരു വ്യക്തിയുടെ ആയിരിക്കത്തില്ല, അത് ഏതെങ്കിലും ഒരു പ്രസ്ഥാനത്തിന്റെ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പർട്ടിക്കുലർ പേരിലായിരിക്കും ആ പേജ് ഉണ്ടാവുക. ആ പേജിലായിരിക്കും ചിലപ്പം രാജ്യത്തിനെതിരെ സൈബർ നിയമപ്രകാരവും കേസ് എടുക്കാവുന്നതാണ്. അതിനകത്ത് ടെററിസ്റ്റ് ആക്ട് അതിനും സൈബർ നിയമപ്രകാരം അതായത് കുറച്ചുകൂടെ കടുപ്പിച്ചു. ഇപ്പൊ അത് അല്ലെ ആ നിയമങ്ങൾ ഇപ്പൊ കുറച്ചുകൂടെ കടുപ്പിച്ചു. അതുപോലെ ഇനി പിന്നെ വന്നിട്ടുള്ള പണിഷ്മെന്റ്
പുതിയൊരു പണിഷ്മെൻറ്റ് കൊണ്ടുവന്നു, ഏത് കമ്മ്യൂണിറ്റി സർവീസ്. അതെ, നമ്മുടെ ഇന്ത്യൻ പീനൽ കോഡിൽ 5 തരത്തിലുള്ള ശിക്ഷയാണ് സെക്ഷൻ 53 ഉണ്ടായിരുന്നത്. അതിപ്പോൾ 6 തരത്തിലുള്ള പണിഷ്മെൻറ്റായി. അപ്പോൾ 6ാമത്തെ ടൈപ്പ് പണിഷ്മെൻ്റ് എന്ന് പറയുന്നത് കമ്മ്യൂണിറ്റി സർവീസ്. അത് വിത്തൗട്ട് റെമ്യൂണറേഷൻ, അതൊരു ശിക്ഷയായിട്ട് പറയുന്നുണ്ട്. കോടതിക്ക് അതിനുള്ള ഡിസ്ക്രിപ്ഷൻ ഉണ്ട്. നേരത്തെ ഒരു ദിവസമൊക്കെ പോയി സർവീസ് ചെയ്യാൻ പറയുമായിരുന്നു. അല്ലല്ലേ സാർ, അത് നമ്മുടെ ഇന്ത്യ കുറ്റകരമായിട്ട് പറയുന്നില്ല. നമ്മുടെ ജുവനൈൽ ജസ്റ്റിസ് ആക്ടിലകത്തൊക്കെ അതിനകത്തൊക്കെ ഉള്ള ഒരു കുട്ടികളൊക്കെ തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പോയി ഹോസ്പിറ്റലിൽ ക്ലീൻ ചെയ്യുക. ഇത് അതല്ല. ഇത് ചെയ്തില്ലെങ്കിൽ 1 വർഷം വരെ തടവ് വേണമെങ്കിലും പകരം ഡയറക്റ്റ് ചെയ്യാം കോടതിക്ക്. അപ്പോൾ അങ്ങനെ കമ്മ്യൂണിറ്റി സർവീസ് ഏതൊക്കെ കുറ്റകൃത്യങ്ങളാണ് അതിനകത്ത് വരുന്നത്? പബ്ലിക് സർവൻറ്റ് എൻഗേജിങ് ട്രേഡ്, സർക്കാർ ഉദ്യോഗസ്ഥർ ട്രേഡ് കമ്മിറ്റ് ചെയ്യുന്നു. ഡീഫമേഷൻ, ഇത് അപകീർത്തിപ്പെടുത്തുക. അതുപോലെ ഈ 500 രൂപയ്ക്ക് 5000 രൂപയ്ക്ക് താഴെയുള്ള പിന്നെ പ്രോപ്പർട്ടി തെഫ്റ്റ് കമ്മിറ്റ് ചെയ്താൽ അത്. അതുപോലെ ഈ പ്രൊക്ലമേഷൻ നടത്തിയിട്ട്, പ്രൊക്ലമേഷൻ വെച്ചാൽ വാറണ്ട് ഇഷ്യൂ ചെയ്തിട്ടും വന്നില്ല, അപ്പോൾ അടുത്ത് പ്രൊക്ലമേഷൻ നടത്തി, പിടികിട്ടാ പുള്ളിയായിട്ടല്ല, പ്രൊക്ലമേഷൻ നടത്തിയിട്ട് ഹാജരാകുന്നില്ല എങ്കിൽ അതൊരു ഒഫൻസാണ്. പിന്നെ മിസ്കോണ്ടക്ട് ബൈ ഡ്രങ്കൺ പേഴ്സൺ, മദ്യപിച്ച് പബ്ലിക് പ്ലേസിൽ ശല്യം ഉണ്ടാക്കുന്നത്. വെരി ഗുഡ്, വെരി ഗുഡ്. അതൊരു നല്ല കാര്യമാണ്. 24 മണിക്കൂറായിരുന്നു. പിന്നെ അതുപോലെ 10 രൂപ ഫൈനായിരുന്നു. ആ 10 രൂപ ഫൈൻ എന്നുള്ളത് മാറ്റി, ഇപ്പോൾ ഫൈൻ കൂട്ടി 1000 രൂപയാക്കി. അതായത് മദ്യപിച്ച് പൊതുസ്ഥലത്ത് ഉണ്ടാക്കുന്നത് പോലീസ് ആക്ടിന് പ്രകാരവും കുറ്റകരമാണ്, ഇതിന് പ്രകാരവും കുറ്റകരമാണ്. അപ്പൊ അങ്ങനെ ചെയ്യുന്ന ആള് ഉറപ്പായിട്ടും പബ്ലിക് സർവീസ് അല്ല, ഉറപ്പെന്നല്ല, അത് കോടതിയുടെ ഡിസ്ക്രിപ്ഷൻ. കോടതിക്ക് വേണമെങ്കിൽ അങ്ങനെ ഒരു തീരുമാനം എടുത്തില്ല, ഓർഡർ ശിക്ഷ കൊടുക്കാം. അത് കംപ്ലൈ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ 1 വർഷത്തിൽ കൂടുതൽ, 1 വർഷം വരെ ഇംപ്രിസൺമെന്റിന് ഡയറക്റ്റ് ചെയ്യും. അപ്പൊ ഈ ഒരു ഇതിലൂടെ ആൾക്കാർ കുറെയൊക്കെ നന്നാവും വിചാരിക്കല്ലേ ഇത്തരം കാര്യങ്ങളിലൂടെ. അതുപോലെ മറ്റൊരു ഇത് വരുന്ന പറയാൻ സംഘടിത കുറ്റകൃത്യങ്ങൾ, അതിന് 2-3 വകുപ്പുകൾ ഓർഗനൈസ്ഡ് ക്രൈം സെക്ഷൻ 110, സെക്ഷൻ 111 പെറ്റി ഓർഗനൈസ്ഡ് ക്രൈം, പിന്നെ ടെററിസ്റ്റ് ആക്ട്. ഓർഗനൈസ്ഡ് ക്രൈം അല്ലാതെ തന്നെ നമ്മൾ ഡക്കോയിറ്റി എന്ന് പറഞ്ഞുകൊണ്ടൊരു കുറ്റകൃത്യം നമ്മുടെ ഇന്ത്യൻ പീനൽ കോഡിലുണ്ട്. അതിപ്പോഴും നിലവിലുണ്ട്. ഡക്കോയിറ്റി എന്ന് പറഞ്ഞാൽ 5 അതിൽ കൂടുതൽ പേര് കവർച്ച കമ്മിറ്റ് ചെയ്യുന്നു, അതായത് മറ്റേ റോബറി കമ്മിറ്റ് ചെയ്താൽ അത് ഡക്കോയിറ്റിയാണ്. ആൻഡ് ബീങ് എ ഗാങ് ഓഫ് ഡക്കോയിറ്റ്സ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ഇന്ത്യൻ പീനൽ കോഡിൽ ഒഫൻസ് നിലവിലുണ്ടായിരുന്നു. ഇപ്പോഴും നമ്മുടെ ഡക്കോയിറ്റിയൊക്കെ പണിഷ്മെൻ്റായിട്ട് പറയുന്നുണ്ട്. പക്ഷേ ഇത് ഓർഗനൈസ്ഡ് ക്രൈം എന്ന് പറയുമ്പോഴത്തേക്കും ഈ കണ്ടിന്യൂവസ് അൺലാഫുൾ ആക്ടിവിറ്റി, കിഡ്നാപ്പിംഗ്, അങ്ങനെയുള്ള മർഡർ, അങ്ങനെയൊക്കെയുള്ള കുറേ ഒഫൻസ് അതിനകത്ത് പറയുന്നുണ്ട്. ആ കുറ്റകൃത്യങ്ങൾ 1 വർഷത്തിനുള്ളിൽ 2 ചാർജ് ഷീറ്റ് ഒരാളിന് വന്നു കഴിഞ്ഞാൽ പിന്നെ ഈ പറഞ്ഞ കുറ്റകൃത്യത്തിന് കേസെടുക്കാം. ഏത് ഈ ഓർഗനൈസ്ഡ് ക്രൈം എന്ന് പറഞ്ഞിട്ട്, അതാണ് അൺലാഫുൾ ആക്ടിവിറ്റി എന്ന് പറഞ്ഞിട്ട്. നമ്മുടെ ഇന്ത്യൻ പീനൽ കോഡിൽ കുറേ നിയമവും ഉണ്ട്, അതിനൊപ്പം തന്നെ അതിന് ഈ ലൂപ്പ് ഹോൾസും ഉണ്ട്. നമ്മുടെ ഇതിനകത്തും അത് നമ്മുടെ ഈ ഭാരതീയ ന്യായ സംഹിതയിലും അത്തരത്തിൽ ഒന്നും മാറ്റിയിട്ടില്ല. ആ ലൂപ്പ് ഹോൾസ് എല്ലാം അതുപോലെ സെക്ഷൻ 76 മുതൽ 106 വരെ ഡിഫൻസ് പറയുന്നു. അത് അൺസൗണ്ട്നെസ് ഓഫ് മൈൻഡ്. അപ്പൊ പോലീസ് ഇത് എങ്ങനെ കേസ് എടുക്കുന്നു? സെക്ഷൻ മാത്രം മതി. പോലീസുകാർക്ക് അതിൽ കാര്യമില്ല. ഡിഫൻസ് തെളിയിക്കേണ്ടത് പ്രതിയാണ്, അത് കോടതിയിലാണ് തെളിയിക്കേണ്ടത്. അല്ല, ഈ വകുപ്പുകൾ ഏതൊക്കെ വകുപ്പുകളാണ് ചാർജ് ചെയ്യുന്നത് മനസ്സിലായി. ഇപ്പം നമ്മൾ 302 അനുസരിച്ച് ചാർജ് ചെയ്യേണ്ടത്, ഇനി അത് മാറിയല്ലോ. ഇനി അത് 302 എന്ന് പറയുന്നത് ചാർജ് ചെയ്യുന്നതൊക്കെ ഇനി 303 അനുസരിച്ചാണ്. അല്ലെ, ഞാൻ ചോദിക്കുന്നത് ഏതെങ്കിലും തരത്തിൽ ഊരിപ്പോരാവുന്ന പോലീസ് സ്റ്റേഷനിൽ അങ്ങനെയുള്ള പ്രൊവിഷൻസ് ഒന്നുമില്ല. അത് പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഊരിപ്പോകാവുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് അത് ഇപ്പോഴും അങ്ങനെ തന്നെ, ഇപ്പോഴും അതിനകത്ത് മാറ്റമൊന്നുമില്ല. പോലീസുകാരെ വിചാരിച്ചാൽ വേണമെങ്കിൽ അത് അവരുടെ കാര്യം, അത് നിയമപരമായിട്ടുള്ളതല്ല. അല്ല, അങ്ങനല്ല ഞാൻ ചോദിക്കുന്നത്. ഇപ്പൊ ചെറിയ കാര്യങ്ങൾ പോലീസുകാർക്ക് പിന്നെ ജാമ്യമൊക്കെ കൊടുക്കാം. ചില കേസുകളിലൊക്കെ സ്വന്തം ജാമ്യത്തിലൊക്കെ റിലീസ് ചെയ്യാൻ കോടതി അത് ഇപ്പോഴും അങ്ങനെ തന്നെ നിലനിൽക്കുന്നുണ്ട്. അതിനൊന്നും ഒരു മാറ്റം വന്നിട്ടില്ല. ശരിക്കും പൊതുജനങ്ങൾക്ക് ആശങ്കപ്പെടേണ്ട ഏതെങ്കിലും തരത്തിലുള്ള പ്രത്യേകിച്ച് ആശങ്കപ്പെടേണ്ട കാര്യമില്ല. പൊതുജനം പ്രത്യേകിച്ച് ആശങ്കപ്പെടേണ്ട കാര്യമില്ല. കാരണം പിന്നെ അവർക്ക് അവയർനെസ് കൊടുക്കണം. അല്ലെ, കൂടുതലും വരുന്ന ഈ പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ അതിർത്തി തർക്കങ്ങൾ, അതുപോലെ ഈ 2 പേര് തമ്മിലുള്ള വഴക്കുകൾ, സിവിൽ കേസ്, സിവിൽ വ്യവഹാരങ്ങൾ എന്ന് പറയുമ്പോഴത്തേക്കും ക്രിമിനലുമായിട്ട് ബന്ധമില്ല. എന്നാലും നമുക്ക് പോലീസ് സ്റ്റേഷനിൽ അപ്രോച്ച് ചെയ്യാം. അല്ല, ഞാൻ ചോദിക്കുന്നത് അതിനകത്ത് മാറ്റങ്ങൾ പ്രത്യേകിച്ച് അങ്ങനെ മാറ്റമൊന്നും വലിയ മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല. ഈ ക്രിമിനലിന് മാത്രമേ നമുക്ക് ഇതിനകത്ത് മാറ്റങ്ങൾ പ്രധാനമായിട്ടും വന്നിട്ടുള്ളൂ. മാത്രമല്ല, ഇപ്പോൾ FIR ഏത് പോലീസ് സ്റ്റേഷനിൽ വേണമെങ്കിലും നമുക്ക് FIR കൊടുക്കാം. FIR വെച്ചാൽ ഇൻഫർമേഷൻ, ആദ്യത്തെ സ്റ്റെപ്പാണല്ലോ ഒരു ക്രിമിനൽ കേസ്. ഇൻഫർമേഷൻ ഏത് പോലീസ് സ്റ്റേഷനിൽ കൊടുക്കാം. അല്ലെങ്കിൽ ഇപ്പോഴുള്ള നിലവിലുള്ള സ്ഥിതി എന്ന് പറയുന്നത് പോലീസ് ഓഫീസർ ഇൻഫർമേഷൻ കൊടുത്തു കഴിഞ്ഞാൽ അത് ഈ സ്റ്റേഷൻ അതിർത്തിയല്ല, ഇന്നടത്ത് കൊണ്ട് കൊടുന്ന്
പോലീസുകാർ പറയും. ഇപ്പൊ അത് പറ്റൂല. ഇപ്പൊ ഏത് പോലീസ് സ്റ്റേഷനിലും, അതായത് ഈ അതിർത്തി എന്നുള്ളൊരു വിഷയം ഇല്ല. അപ്പൊ ഏത് പോലീസ് സ്റ്റേഷനിലും ആർക്കും പരാതി അതിപ്പോ ഇന്ന സ്ഥലത്താണ് ബാധിക്കത്തില്ല. അത് വളരെ നോട്ടബിൾ ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. പുതിയ മാറ്റം വന്നിരിക്കുന്നതല്ലേ. ഈ വരുന്ന ചില ആശങ്കകൾ അല്ലെങ്കിൽ ഈ ആൾക്കാർ പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ സ്ത്രീകൾക്കും കുട്ടികൾക്കും അനുകൂലമായിട്ടാണ് ഈ പുതിയ ഭാരതീയ ന്യായ സംഹിതയിൽ കൂടുതലും വകുപ്പുകൾ വന്നിരിക്കുന്നതെന്ന് പറയുന്നത്. കൂടുതൽ വകുപ്പുകൾ അതല്ല, നമ്മൾ ഈ സ്കാറ്റഡ് ആയിരുന്നു. ഇന്ത്യൻ പീനൽ കോഡിൽ ഇപ്പോൾ ഉദാഹരണത്തിന് ഡൗറി ഡെത്ത് അത് 304A റേപ്പ് അത് 375 പിന്നെ ഇൻസൾട്ട് അതായത് 509 അതുപോലെ 498A 498A മറ്റേ ക്രൂവൽറ്റി, ഇതെല്ലാം സിസ്റ്റമാറ്റിക്കായിട്ട് ഒരു ചാപ്റ്ററിൽ ഇൻക്ലൂഡ് ചെയ്തു. അപ്പോൾ റേപ്പ്, ഔട്ട്റേജിങ് ദ മോഡസ്റ്റി ഓഫ് വുമൺ, വോയറിസം, സ്റ്റാൾക്കിംഗ്, 498A, ഡൗറി ഡെത്ത് തുടങ്ങിയിട്ടുള്ള സ്ത്രീകൾക്കെതിരെയുള്ള ഒഫൻസുകളെല്ലാം സിസ്റ്റമാറ്റിക്കായിട്ട് ഒരു ചാപ്റ്ററിൽ ഇൻക്ലൂഡ് ചെയ്തു. കുട്ടികൾക്കെതിരെയുള്ള ഒഫൻസുകളെല്ലാം ഇതെല്ലാം ഇൻക്ലൂഡ് ചെയ്തു ഒരു ചാപ്റ്ററിൽ സിസ്റ്റമാറ്റിക്. അത് പല സെക്ഷനുകളിലായി സ്കാറ്റഡ് ആയിട്ട് കിടന്നതാണ്. അപ്പോൾ അതെല്ലാം അത് ഗുണകരമായിട്ടുള്ളൊരു കാര്യമാണ്. സ്ത്രീകൾക്കും കുട്ടികൾക്കെതിരായ പ്രത്യേകിച്ചൊന്നുമില്ല, നമ്മൾ നേരത്തെ പറഞ്ഞ കുറ്റം മാത്രമേ അതിനകത്ത് ആഡ് ചെയ്തിട്ടുള്ളൂ. പിന്നെ ഈ റേപ്പിലൊക്കെ ചെറിയ ശിക്ഷകളൊക്കെ ഇതിൽ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. 16 വയസ്സിന് താഴെയുള്ള കുട്ടിയെ റേപ്പ് ചെയ്ത് ഇപ്പോൾ വധശിക്ഷയാണ്. ഗാങ് റേപ്പ് അത് വധശിക്ഷ ഇല്ലായിരുന്നു, അത് ഇപ്പോൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ മറ്റു മാറ്റങ്ങൾ എന്തൊക്കെയാണ് പൊതുവിൽ വന്നിട്ടില്ല? മറ്റു മാറ്റങ്ങളെന്ന് പറയുന്നത് ഹർട്ട്, ഗ്രീവിയസ് കട്ട്. അപ്പോൾ അതിൽ 5 പേര് ചേർന്ന് ഗ്രീവിയസ് കട്ട് കമ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് പ്രത്യേക ശിക്ഷയുണ്ട്. ഗ്രീവിയസ് കട്ട് കമ്മിറ്റ് ചെയ്ത് ജീവച്ഛവമാക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് പ്രത്യേക പ്രൊവിഷൻസ് അതിനകത്ത് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ അഡൾട്ടറി, നമ്മുടെ അൺനാച്ചുറൽ ഒഫൻസ്, അതൊക്കെ ഇപ്പോൾ ഒഴിവാക്കിയിട്ടുണ്ട്. ബീങ് എ തഗ്, അഡൾട്ടറി എന്ന് പറയുന്നത് നേരത്തെ സുപ്രീം കോടതി ഒരു വിധി വന്നു, ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നെങ്കിൽ പോലും 377 ഇപ്പോഴും 497 അത് സെക്ഷനിലുണ്ടായിരുന്നു. കേസെടുക്കില്ല, കാരണം സുപ്രീം കോടതിയുടെ ജോസഫ് ഷൈൻ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞൊരു കേസിനകത്ത്. അപ്പോൾ ആ കേസ് വന്നതിന് ശേഷം പിന്നെ അത് കേസെടുക്കാൻ പറ്റത്തില്ല. പക്ഷേ എന്നാലും അതിനെ ഒഴിവാക്കി, പ്രൊവിഷൻ രതിയിൽ നിന്ന് ഒഴിവാക്കി. 377 സ്വവർഗരതിയാണ് ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നത്. പിന്നെ അല്ലാതെ ഉള്ളത് കേസെടുക്കാം. അപ്പോൾ പുരുഷനെതിരെ റേപ്പ് കമ്മിറ്റ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. പക്ഷെ പുരുഷനെതിരെ അല്ലാതെയുള്ള സ്ത്രീകളോ അതിക്രമങ്ങളൊക്കെ നടത്തി കഴിഞ്ഞാൽ അത് അൺനാച്ചുറൽ ഒഫൻസിന് കേസെടുക്കാമായിരുന്നു നിലവിൽ. ഇനി അതില്ല. പുരുഷനുള്ള ഒരു ബുദ്ധിമുട്ടാണ്. ആക്രമം ഉണ്ടായി കഴിഞ്ഞാൽ ഹർട്ടോ, ഗ്രീവിയസ് ഹർട്ടോ അങ്ങനെയൊക്കെ കേസെടുക്കാം, അങ്ങനെ എടുക്കാൻ പറ്റും. അല്ലാതെ ശാരീരികമായി അങ്ങനെ സെക്സ്വൽ ഒഫൻസ് എന്നുള്ള പേരേ ഇപ്പോൾ ഇല്ല. ഇനി പുരുഷനെതിരെ ഇല്ല, പുരുഷനെതിരെ എടുക്കാൻ പറ്റില്ല. അപ്പൊ കുട്ടികൾക്കെതിരെ ആയാലും പോക്സോ നിയമത്തിലൊക്കെ ആൺകുട്ടികൾക്കെതിരെ 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് അത് പോക്സോ നിയമത്തിൽ 18 വയസ്സിന് മുകളിലുള്ള സെക്സ്വൽ ഒഫൻസിന് കേസെടുക്കാൻ പറ്റൂല. മറ്റേ അൺനാച്ചുറൽ ഒഫൻസ് പറ്റുമായിരുന്നു. അതൊരു ശരിയായ രീതിയാണോ? അത് ഇൻക്ലൂഡ് ചെയ്യേണ്ടതായിരുന്നു. ഇതൊക്കെയാണോ ശരിക്കും പറഞ്ഞാൽ ബാർ കൗൺസിൽ ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ? ബാർ കൗൺസിൽ ആവശ്യപ്പെടുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം ഇതിനകത്തുള്ള മാറ്റങ്ങളിൽ ഇതിനകത്ത് വലിയ അപാകതകൾ വ്യക്തിപരമായിട്ട് ഞാൻ കാണുന്നില്ല. പക്ഷേ ഇത് പെട്ടെന്ന് ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോഴത്തേക്കും അഭിഭാഷകർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ട്, കോടതിക്കുണ്ടാകുന്ന ബുദ്ധിമുട്ട് കുറച്ചുകൂടെ ഇത് കെയിം ഇൻ ടു ഫോഴ്സ് നിലവിൽ വരുത്തുന്നത് നീട്ടണമായിരുന്നു. എൻ്റെ വേറൊരു സംശയം എന്ന് പറഞ്ഞാൽ ഇപ്പം നിലവിൽ ഒരുപാട് കേസുകൾ വർഷങ്ങളായിട്ട് കോടതികളിൽ നടക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഈ അതിനകത്ത് എന്തെങ്കിലും കേസുകൾ ആഡ് ചെയ്യാൻ ഈ പുതിയ നിയമങ്ങൾ വെച്ച്? ഇല്ല. ഈ ജൂൺ 30 വരെ നടത്തിയിട്ടുള്ള എല്ലാ കേസുകളും ഇന്ത്യൻ പീനൽ കോഡിലെ വകുപ്പേ ഇടാൻ പറ്റും. ഇനി പറ്റും. അതിലെ ഇൻഗ്രീഡിയൻസ് തന്നെയാണ്, ആ നടപടിയും തന്നെയാണ്. അത് നമ്മുടെ ഭരണഘടനയിൽ തന്നെ ആർട്ടിക്കിൾ 20 ക്ലോസ് 1 പ്രൊവിഷൻ പറയുന്നുണ്ട്. എക്സ് പോസ്റ്റ് ഫാക്ടോ ഇല്ല, ക്രിമിനൽ നിയമം മുൻകാല പ്രാബല്യത്തോടുകൂടി നടത്താൻ പറ്റില്ല. ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ കേരളത്തിൽ ഒരുപാട് പേര് ചർച്ച ചെയ്തൊരു കേസാണ്. ഒരു കല എന്ന് പറയുന്ന ഒരു സ്ത്രീയെ 15 വർഷം മുമ്പ് അവരെ അപായപ്പെടുത്തി സെപ്റ്റിക് ടാങ്കിൽ അവരെ ചെയ്തു പറയും. അപ്പം അതിനുള്ള എന്തായിരിക്കും ഇനി നിയമപ്രകാരം IPC പ്രകാരം കേസ്, അതായത് 15 വർഷം മുമ്പ് നടന്നതായതുകൊണ്ട് ഇനി ജൂലൈ, അതായത് അതിന് പുതിയ കേസിൽ പുതിയ വകുപ്പുകൾ ഇടാൻ സാധിക്കില്ല അല്ലേ? ഈ മുമ്പ് നടന്നിട്ടുള്ള കേസുകളും കൈകാര്യം ചെയ്യേണ്ടി വരും. ഇനി മുതൽ പുതിയൊരു സെക്ഷന് കൈകാര്യം ചെയ്യേണ്ടി വരും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു കൺഫ്യൂഷൻ. അപ്പോൾ ഇത് സ്വാഭാവികമായിട്ടും നമുക്ക് അമെൻഡ് ചെയ്തൊക്കെ ചേർത്ത് നിലവിലുള്ള നിയമത്തിനെ നിലനിർത്തിയിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. ചെറിയ പ്രാവശ്യം അമെൻഡ് ചെയ്തിട്ടുണ്ട്. ഈ നമ്മൾ ഈ കേസ് എടുക്കുന്നത്, ഈ ക്രൈം നടന്നത് ഒരു ജൂൺ അല്ലെങ്കിൽ മെയ് മാസത്തിലാണ് ക്രൈം നടന്നത്, ജൂലൈയിലാണ് കേസ് കൊടുക്കുന്നത്. അതനുസരിച്ച് കേസ് എടുക്കാൻ പറ്റും.
അതായത് ജൂൺ 30 മുമ്പുള്ള എന്ത് ക്രൈമിനും ഏത് ക്രൈം നടന്നാലും ആ പഴയ നിയമപ്രകാരം അതിന് എത്ര നാൾ ഇനി ഓടണത്? അതാണ് തീരുന്നത്, ആ കേസ് തീരുന്നത് വരെ അതനുസരിച്ച്. ഈ വേറൊരു പ്രശ്നം ഇതിനകത്തൊരു ഭീകരത എന്ന് പറയുന്നത് പല കേസുകളും കോടതികളിൽ ഇങ്ങനെ വർഷങ്ങളോളം നടന്നു പോകുന്നതാണ് കാണുന്നത്. അപ്പൊ ഈ രണ്ട് നിയമങ്ങളും അതെങ്ങനെ കോൺഫ്ലിക്റ്റ് ആവുന്നത്, അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ കോടതികൾക്ക് ഉണ്ടാകാറുണ്ടോ? കോടതികൾക്ക് പ്രായോഗികമായിട്ടുള്ള ബുദ്ധിമുട്ട് വരും. രണ്ട് പഴയ നടന്നുകൊണ്ടിരിക്കുന്ന നടപടിക്രമങ്ങളും പഴയ ഇതുപോലെ തുടരുകയും വേണം, പുതിയത്. അപ്പോൾ പഴയ കേസുകളൊക്കെ തീരുന്നത് വരെ കോടതിക്കും അഭിഭാഷകർക്കും ഒക്കെ ബുദ്ധിമുട്ട്. അപ്പോൾ ഇതൊരു ഈ സ്ഥാപനം എന്ന് പറയുന്നത് ജഡ്ജിമാരെ സൃഷ്ടിക്കുന്ന അല്ലെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടുള്ള ട്രെയിനിങ് കൊടുക്കുന്ന, അവരെ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന ഒരു സ്ഥാപനമാണ്. ഇവിടെ ഇനി മുതൽ ഈ ഒരു അക്കാഡമി നേരിടുന്ന എന്തെങ്കിലും തരത്തിലുള്ള പ്രതിസന്ധികളുണ്ടോ? പ്രതിസന്ധി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ജുഡീഷ്യൽ എക്സാമിനേഷൻ നടത്തുന്നുണ്ട്. അവരോട് ചോദിക്കുന്ന ചോദ്യങ്ങൾ പഴയതായിരിക്കാം, പുതിയതിനകത്തുള്ള അമെൻമെന്റുകളൊക്കെ ചോദിക്കാനുള്ള സാധ്യതകളുണ്ട്. അതിലൂടെ പ്രിപ്പറേഷൻ ഞാൻ കൊടുക്കാറുണ്ട്. പുതിയ അല്ല, അത് ഏതെങ്കിലും തരത്തിൽ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാകാറുണ്ടോ? കുട്ടികൾക്ക് പഠിക്കാൻ ഒരു ബുദ്ധിമുട്ട് വരുമല്ലോ. അതിപ്പോൾ അഭിഭാഷകർക്ക് ഏറ്റവും കൂടുതൽ അവർക്ക് ബുദ്ധിമുട്ട് വരും. അപ്പോൾ ഇനി മുതൽ ഈ ലോ കോളേജുകളിൽ പുതുതായിട്ട് പഠിക്കാൻ വരുന്നവർക്ക് ഒരു പ്രശ്നമില്ല. ഈ പുതിയ അല്ല, അപ്പോൾ പക്ഷേ പഴയ കേസുകൾ എടുക്കാൻ സാധിക്കില്ല. അത് എൻറോൾ ചെയ്തതിന് ശേഷം സാധിക്കില്ലെന്നല്ല, ഇതൊരു ബുദ്ധിമുട്ടല്ല വക്കീലിനെ സംബന്ധിച്ചിടത്തോളം. കാരണം നമുക്ക് സെക്ഷൻ നോക്കിയാൽ മതി. വക്കീലിനെ സംബന്ധിച്ചിടത്തോളം, ജുഡീഷ്യൽ ഓഫീസേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അത് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കി അത് മനസ്സിലാക്കിയാൽ പെട്ടെന്ന് മനസ്സിലാക്കാവുന്നതാണ്. സ്ഥിരമായി ഉണ്ടാവുന്ന ചില കുറ്റകൃത്യങ്ങളുണ്ടല്ലോ, അതായത് വക്കീലന്മാർ സ്ഥിരമായിട്ട് നമ്മൾ ജാമ്യം എടുക്കാൻ പോകുന്ന കേസുകൾ, അതൊക്കെ സെക്ഷൻ മാത്രം മാറ്റിയാൽ മതി. പിന്നെ നമുക്ക് നോക്കുമ്പോൾ അതിന്റെ പണിഷ്മെന്റിലൊക്കെ ചെറിയ വ്യത്യാസം ഉണ്ടെങ്കിൽ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുമല്ലോ. സാധനം പുസ്തകം കയ്യിലുണ്ടല്ലോ. ഇനി ആ IPC എന്നുള്ള പുസ്തകം മാറുവാണല്ലോ, അതും നമുക്ക് കുറച്ചു കാലം വേണ്ടി വരും. ഇനി പുതിയ പുസ്തകങ്ങൾ മാത്രമല്ല, ഇത് മറ്റു നിയമങ്ങളുണ്ടല്ലോ, ഏത് നമ്മുടെ ബാക്കിയുള്ള നിയമങ്ങൾ, മൈനർ ആക്ടുകളുണ്ട്. അപ്പോൾ ആ മൈനർ ആക്ടുകളിലൊക്കെ ഈ പറഞ്ഞിരിക്കുന്ന IPCയുടെയും അതുപോലെ തന്നെ CRPCയിലെയും പ്രൊവിഷൻസുകളായിരിക്കും, സെക്ഷൻസുകളായിരിക്കും ആ നിയമങ്ങളിലൊക്കെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതിലെല്ലാം അതിനനുസൃതമായിട്ടുള്ള മാറ്റങ്ങൾ വരുത്തുകയോ അല്ലെങ്കിൽ അതനുസരിച്ച് നമ്മൾ വ്യാഖ്യാനിക്കുകയോ ചെയ്യേണ്ടി വരും. അങ്ങനെയുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട്. 1973 നമ്മുടെ CRPC അമെൻഡ് ചെയ്തത്, അല്ലെങ്കിൽ CRPCയെ പുതിയ റിവേഴ്സ് ചെയ്ത് കൊണ്ടുവന്നത് സ്വാതന്ത്ര്യത്തിന് ശേഷം വന്ന നിയമമാണത്. അതും ഇപ്പം നമുക്ക് മാറ്റം വന്നിരിക്കുകയാണ്. അപ്പം അതിൽ ഏതൊക്കെ തരത്തിലുള്ള മാറ്റങ്ങളാണ് വരുന്നത്? അതിൽ ഇപ്പോൾ ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിത എന്നാണ്. അതിനകത്ത് ഇച്ചിരി കാതലായ മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അസിസ്റ്റന്റ് സെഷൻസ് കോടതി, മെട്രോപൊളിറ്റൻ ഏരിയ, മെട്രോപൊളിറ്റൻ മജിസ്ട്രേറ്റ്, അതൊക്കെ ഒഴിവാക്കി. അതുപോലെ ജുഡീഷ്യൽ മജിസ്ട്രേറ്റിൻ്റെ സെൻറ്റൻസിങ് പവർ കൂട്ടി. 10,000 രൂപ എന്നുള്ള ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയുടെ സെൻറ്റൻസിങ് പവർ ഇപ്പോൾ 50,000 രൂപ. സെക്കൻഡ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിക്ക് 5,000 രൂപ പിഴ ഈടാക്കാവുന്നത് ഇപ്പോൾ അത് 10,000 രൂപയാക്കി. അതുപോലെ തന്നെ അപ്പോൾ അങ്ങനെ ഒരു മാറ്റം അതിനകത്ത് വന്നിട്ടുണ്ട്. പിന്നെ പിടികിട്ടാപ്പുള്ളിയായിട്ട് ഡിക്ലെയർ ചെയ്യാം. അതായത് വാറണ്ട് അയച്ചിട്ടും വരുന്നില്ല. അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ പിടികിട്ടാപ്പുള്ളിയായിട്ട് ഡിക്ലെയർ ചെയ്യാം എന്ന് നമ്മുടെ CRPCയിൽ, ഒറിജിനൽ CRPCയിൽ 82 ക്ലോസ് 4-നകത്ത് കുറേ ഒഫൻസ് പറയുന്നുണ്ട്. ആ ഒഫൻസുകൾക്ക് മാത്രമേ പിടികിട്ടാപ്പുള്ളിയായിട്ട് ഡിക്ലെയർ ചെയ്യാൻ പറ്റുമായിരുന്നുള്ളൂ. പക്ഷേ ഇപ്പോൾ അത് മാറി. ഇപ്പോൾ 10 വർഷത്തിന് മുകളിൽ ശിക്ഷിക്കാവുന്ന കേസ്, ഡെത്ത് സെൻറ്റൻസ്, ഇംപ്രിസൺമെൻറ്റ് ഫോർ ലൈഫ്, ഇതിന് ശിക്ഷിക്കാവുന്ന ഒഫൻസുകൾ കമ്മിറ്റ് ചെയ്തവർ വാറണ്ട് ഇഷ്യൂ ചെയ്തിട്ട് വന്നില്ല, പ്രൊക്ലമേഷൻ നടത്തിയിട്ട് വന്നില്ലെങ്കിൽ പിടികിട്ടാപ്പുള്ളിയായിട്ട് ഡിക്ലെയർ ചെയ്യും. പിടികിട്ടാപ്പുള്ളിയായിട്ട് ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ അയാളുടെ പ്രോപ്പർട്ടിയെ പോലീസ് ഓഫീസറിന്, മജിസ്ട്രേറ്റിന് അപേക്ഷ കൊടുത്ത് വേണമെങ്കിൽ അറ്റാച്ച് ചെയ്യാവുന്നതാണ്. അവന് വിദേശത്ത് പ്രോപ്പർട്ടി കിടക്കുകയാണെങ്കിൽ പോലും അത് എംബസിയുമായി ബന്ധപ്പെട്ട് അറ്റാച്ച് ചെയ്യാനുള്ള പ്രൊവിഷൻ ഇത് കൊണ്ടുവന്നു. മാത്രമല്ല, ഇയാളുടെ അഭാവത്തിൽ ട്രയൽ നടത്താം. 356 പുതിയ ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിതയിൽ 356 അയാളുടെ അഭാവത്തിൽ ട്രയൽ നടത്താം. ഒരു 2-3 പ്രോസസ്സൊക്കെ നടത്തിയതിന് ശേഷം. മാത്രമല്ല, അയാൾക്ക് അപ്പീൽ പോകണമെങ്കിൽ 3 കൊല്ലത്തിനുള്ളിൽ കഴിഞ്ഞാൽ പിന്നെ അപ്പീൽ പോകാൻ പറ്റില്ല. അപ്പീൽ അയാൾ ഹാജരാണെങ്കിൽ മാത്രമേ അപ്പീലും പോകാൻ പറ്റൂ. അങ്ങനെയൊക്കെ ഉള്ള അതൊക്കെ നല്ല നടപടികളാണ്. അതൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് CRPC. ബെയിലിൽ വലിയ മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല ബെയിൽ എടുക്കുന്നതിന്. പിന്നെ ഈ പ്ലീ ബാർഗെയിനിങ് എന്ന് പറഞ്ഞാൽ അക്യൂസ്ഡ് ഹാവിംഗ് ദ റൈറ്റ് ടു ബാർഗെയിൻ പ്ലീ ഫോർ ലെസർ പണിഷ്മെൻറ്റ്. അങ്ങനെ ലെസർ പണിഷ്മെൻറ്റ് കൊടുക്കാമെന്നുള്ള കിട്ടുന്നതിലേക്ക് വേണ്ടി അയാൾക്ക് ചെറിയ കുറ്റങ്ങൾ 7 വർഷം വരെ ശിക്ഷിക്കാവുന്ന കുറ്റകൃത്യങ്ങൾക്കൊക്കെ പ്ലീ ബാർഗെയിനിങ് അനുവദിക്കും. അപ്പോൾ അങ്ങനെ ശിക്ഷ 4-1. ആ 4-1 ഇപ്പോൾ 3-1 ഫസ്റ്റ് ഒഫൻഡർ ആണെങ്കിൽ അപ്പോൾ ഫസ്റ്റ് ഒഫൻഡറിന് ചില പ്രൊവിഷൻസുകൾ കൊടുത്തു. ഞാനിപ്പോൾ ആദ്യമായിട്ടാണ് ഒരു കുറ്റകൃത്യം ചെയ്യുന്നത്. അങ്ങനെയുള്ള ഫസ്റ്റ് ഒഫൻഡറിന് ചില ഇളവുകൾ, പറ്റിയല്ല കുറ്റകൃത്യം ചെയ്തു അയാൾ കുറ്റക്കാരെന്ന് കണ്ട് ശിക്ഷിക്കുകയാണെങ്കിൽ പോലും അയാൾക്ക് ചില പ്രൊവിഷൻസുകൾ ഇതിനകത്ത് നമ്മുടെ CRPCയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തു. അതുപോലെ ഈ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ 40 ദിവസം വരെ 60 ദിവസം വരെ കസ്റ്റഡിയിൽ വയ്ക്കാം. 15 ദിവസം നീട്ടി
അപ്പോൾ അങ്ങനെയൊക്കെയുള്ള പ്രൊവിഷൻസുകളൊക്കെ CRPC-യിൽ അത് 60 ദിവസം എന്തായാലും അകത്തിടാൻ പറ്റും. അല്ല, ഡെത്തോ ഇംപ്രിസൺമെൻറ്റ് ഫോർ ലൈഫോ 10 വർഷത്തിന് മുകളിൽ ശിക്ഷിക്കാവുന്ന കുറ്റകൃത്യം ചെയ്തവന് 90 ദിവസം വരെയും അല്ലാതെയുള്ളവരെ 60 ദിവസം വരെയും റിമാൻഡിൽ വേണമെങ്കിൽ വെക്കാം, ജാമ്യം കൊടുക്കാതെ വയ്ക്കുക. അതിനകത്ത് ഇൻവെസ്റ്റിഗേഷൻ പൂർത്തിയായില്ലെങ്കിൽ ഷാൽ ബി റിലീസ്ഡ് ഓൺ ബെയിൽ എന്നാണ്. അത് ഈ സ്പെഷ്യൽ ലോകളിലൊക്കെ കഞ്ചാവ് കേസുകളിലൊക്കെ 180 ദിവസം, പ്രോസിക്യൂഷൻ ആവശ്യപ്പെടുകയാണെങ്കിൽ 365 ദിവസം വരെ വേണമെങ്കിലും കസ്റ്റഡിയിൽ വയ്ക്കാം. അതായത് ഡ്രഗ്സിൻ്റെ ഒക്കെ കേസുകൾ അത് പല നിയമങ്ങളിൽ സ്പെഷ്യൽ ലോകളിലൊക്കെ അങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ അത് ഇപ്പോൾ 40 ദിവസം വരെയും 60 ദിവസം വരെയും ഈ കസ്റ്റഡിയിൽ വയ്ക്കാം എന്നതിനകത്ത് ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ ഈ വാഹനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് വാഹന ആക്സിഡന്റുകൾ അത് ഇന്ത്യൻ പീനൽ കോഡിലാണ്. ഇന്ത്യൻ പീനൽ കോഡിൽ 304A ആയിരുന്നു ഈ ഡെത്ത് കാസ്റ്റ് ബൈ റാഷ് ഓർ നെഗ്ലിജന്റ് ആക്ട്, ഡ്രൈവിംഗ് ഏത് ആക്റ്റായാലും അതിന് 2 വർഷമായിരുന്നു ശിക്ഷ. അതിപ്പോൾ കൂട്ടി, അതിപ്പോൾ 306-ലോ 106-ലോ മറ്റോ ആണ്, സെക്ഷൻ ഓർമ്മ വരുന്നില്ല, 105-ലോ 106-ലോ 105 ഡെത്ത് കാസ്റ്റ് ബൈ റാഷ് ഓർ നെഗ്ലിജന്റ് ഡ്രൈവിംഗ്. അപ്പോൾ അതിന് ശിക്ഷ എന്ന് പറയുമ്പോൾ അത് 5 വർഷം വരെയാക്കി, 2 വർഷമാക്കി. മെഡിക്കൽ നെഗ്ലിജൻസ് ആണെന്നുണ്ടെങ്കിൽ അത് 2 വർഷം. മെഡിക്കൽ നെഗ്ലിജൻസ്, ഡോക്ടറിന്റെ നെഗ്ലിജൻസ്, വണ്ടി ഓടിക്കുന്നതല്ല, ഇതിപ്പോൾ നെഗ്ലിജൻസ് ഡ്രൈവിംഗ് മാത്രമല്ല, നെഗ്ലിജന്റ് ആക്ടിൽ കൂടി മരണം സംഭവിക്കുകയാണെങ്കിൽ, എന്നിട്ട് ഈ വണ്ടി കൊണ്ടടിച്ചിട്ട്, അതായത് ഒരു രോഗിയെ കൃത്യസമയത്ത് പരിചരിച്ചില്ല, അല്ലെങ്കിൽ ഒരു രോഗിയുടെ മരണത്തിലേക്കോ അല്ലെങ്കിൽ രോഗിക്ക് എന്തെങ്കിലും ശാരീരികമായ നഷ്ടങ്ങൾ സംഭവിക്കുന്നതിലേക്കോ വന്നു കഴിഞ്ഞാൽ അത് 5 വർഷം വരെ, 2 വർഷം വരെ തടവ് കിട്ടാവുന്ന ശിക്ഷയാണ്. അതുപോലെ ഈ വണ്ടി ഇടിച്ച് മരണം നടത്തിയിട്ട് മജിസ്ട്രേറ്റിനെയോ പോലീസിനെയോ അറിയിക്കാതെ മുങ്ങിയാൽ 10 വർഷം വരെയാണ്. അതായത് വണ്ടി ഇടിച്ച് നമ്മളവിടെ നിന്നേ പറ്റില്ല, നിൽക്കണമെന്നല്ല, അല്ലെങ്കിൽ നാട്ടുകാർ കൈകാര്യം ചെയ്യണമെന്ന് വിചാരിച്ച് നമുക്ക് അറിയാതെ ഈ മനഃപൂർവ്വം അല്ലാത്ത നരഹത്യകളാണല്ലോ ഈ വണ്ടി ഇടിച്ചുള്ള മരണങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ അത്തരം കേസുകളിൽ അറിയിച്ചില്ല എങ്കിൽ 10 വർഷം അങ്ങനെയാണ്. അതായത് മുങ്ങാൻ പാടില്ല, എങ്ങനെയും പോയി സറണ്ടർ ആയിക്കണം, സ്റ്റേഷനിൽ പോയി സറണ്ടർ ആയിക്കണം. അത് ശിക്ഷ വരാം, തെളിയിക്കപ്പെടേണ്ടത്. വണ്ടി ഓടിക്കുമ്പോൾ മറ്റ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയായി പുതിയ നിയമപ്രകാരം? അതിനകത്ത് വേറെ പ്രത്യേകിച്ച് ഇത് പറയുന്നത് മോട്ടോർ വെഹിക്കിൾസ് ആക്ടിന്റെ അകത്ത് ഡ്രൈവിംഗ് ഈ ഒരു കാര്യം മാത്രമേ ഉള്ളൂ. 2 വർഷം ശിക്ഷയിൽ വ്യത്യാസം വരും. 2 വർഷം എന്നുള്ളത് 5 വർഷമായിട്ട്, ചില സാഹചര്യങ്ങളിൽ 10 വർഷമാണ്. വാഹനം ഇടിച്ച് ഓടിക്കളയുന്നതിനാണ് ഇത്. സുരക്ഷിതമായിട്ട് വണ്ടി ഓടിക്കുക, മെയിൻ വേറെ ഒന്നുമില്ലല്ലേ. എവിഡൻസ് ആക്ടിന്റെ അകത്തും വലിയ മാറ്റമൊന്നും വന്നിട്ടില്ല. അതിനകത്തോട്ട് നമുക്ക് കാതലായിട്ടുള്ളൊരു മാറ്റം എന്ന് പറയുന്നത് ഈ ഇലക്ട്രോണിക് മീൻസുകളെല്ലാം എവിഡൻസ് ആയിട്ട് എടുക്കും. ഇപ്പം നമ്മൾ മൊബൈലിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചാറ്റ് ചെയ്യുന്ന കാര്യങ്ങളുണ്ടല്ലോ, അത് മാത്രം മതി. അതിൻ്റെ ഇത് ഇപ്പോൾ പണ്ടൊക്കെ വലിയ മാറ്റമാണല്ലേ. അത് ഈ 2000-ലെ നമ്മുടെ ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് വന്നതോടുകൂടി അതൊക്കെ ഇലക്ട്രോണിക് മീൻസിനൊക്കെ എവിഡൻറ്ററി വാല്യൂ കൊടുക്കുന്നതിലേക്ക് വേണ്ടിയാണ് ആ നിയമം കൊടുക്കുന്നത്. അതിനനുസൃതമായിട്ട് നമ്മുടെ എവിഡൻസ് ആക്ടിനകത്ത് ധാരാളം മാറ്റങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ അത് വളരെ സ്പഷ്ടമായിട്ട് ഇലക്ട്രോണിക് മീൻസുകൾ, ഇലക്ട്രോണിക് റെക്കോർഡുകളൊക്കെ തെളിവായിട്ട് സ്വീകരിക്കാം എന്നുള്ളത് അസന്ധിഗ്ധമായിട്ട് നമ്മുടെ ഈ നിയമത്തിനകത്ത് പ്രത്യേകിച്ച് പറയുന്നു. അതായത് ആർക്കെങ്കിലും എന്തെങ്കിലും അയക്കുമ്പോൾ പോലും വളരെ സൂക്ഷിച്ച് വേണം അയക്കാൻ. ഒരു കാര്യം, മാക്സിമം ഇത്തരം ചാറ്റുകളും അതുപോലെ അല്ലെങ്കിൽ ഇത്തരം ഈ സെൻഡ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ, ഫോട്ടോസും വീഡിയോസും ഒക്കെ സെൻഡ് ചെയ്യുന്നതൊക്കെ മാക്സിമം കെയർഫുൾ ആയിട്ട് ചെയ്യുക എന്നുള്ളതാണ്. അത് കാരണം അതൊക്കെ തെളിവായി നാളെ ഹാജരാക്കി കഴിഞ്ഞാൽ നമുക്കെതിരെ തന്നെ തിരിയും അല്ലേ. അത്തരം കാര്യങ്ങൾ ആൾക്കാർ കഴിവതും അത്തരം ബേസിക്കലി ഇതിനകത്തൊരു പ്രധാന മാറ്റം വന്നിരിക്കുന്ന പറഞ്ഞാൽ നമ്മൾ നിയമത്തിനനുസരിച്ച് ജീവിക്കുക കുറെയൊക്കെ അല്ലേ നമ്മുടെ രാജ്യത്തിന്റെ. അല്ല, ഈ പറയുന്ന പോലെ പലരും പറയുന്നല്ലേ, എന്നെ രക്ഷിച്ചോളും, എന്നെ കോടതി രക്ഷിക്കും, അല്ലെങ്കിൽ എന്റെ വക്കീൽ രക്ഷിക്കും എന്ന് പറഞ്ഞ് ഈസി ആയിട്ട് പോകുന്ന ഒരു കുറെ കാര്യങ്ങളുണ്ടല്ലോ. അത്തരം കാര്യങ്ങളിൽ നിന്ന് കുറച്ചുകൂടെ കെയർഫുൾ ആകുക എന്നുള്ളതാണ് നിയമങ്ങൾ. നിയമം പാലിക്കാൻ ബാധ്യസ്ഥരാണ് എല്ലാവരും. മറ്റ് വേറെ ഈ പറഞ്ഞ പോലുള്ള ഈ കൈക്കൂലി, അതുപോലെയുള്ള ഈ സാമൂഹ്യ പ്രവർത്തകരുടെ അവര് ഈ മന്ത്രി ലെവലിലിരിക്കുന്നവര്, നമ്മളെ ഭരിക്കുന്നവര്, അവരിലൊക്കെ എന്തെങ്കിലും അതിനൊക്കെ പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ട് ഉണ്ട്. അപ്പോൾ അതനുസരിച്ച് അതിനകത്തും വലിയ മാറ്റങ്ങൾ വന്നിട്ടില്ല. അതിലൊന്നും മാറ്റം വന്നിട്ടില്ല. പൊതുജനങ്ങൾക്ക് ഏത് രീതിയിൽ ഇനി ഈ നിയമങ്ങളെ നമുക്ക് സമീപിക്കാൻ പറ്റും പോസിറ്റീവായിട്ട്? അവരെ പൊതുജനങ്ങളെ സഹായിക്കുന്ന രീതിയിലുള്ള എന്തൊക്കെ മാറ്റങ്ങൾ? അത് നമുക്ക് ഒരു അവയർനെസ് നൽകേണ്ടത് അത്യാവശ്യമാണ്. ഈ നമ്മുടെ ക്രിമിനൽ നിയമം മാത്രമൊന്നല്ല, എല്ലാ നിയമങ്ങളും. ഇപ്പോൾ നമ്മളിപ്പോൾ ഡൗറി പ്രൊഹിബിഷൻ ആക്ട് ആയിരുന്നാലും അതുപോലുള്ള ഡൊമസ്റ്റിക് വയലൻസ് ആക്ട്, നിരന്തരം നടന്നുകൊണ്ടിരിക്കുന്ന കുറേ കാര്യങ്ങൾ, പോക്സോ നിയമം, കുട്ടികളെ എതിരെ ലൈംഗിക അതിക്രമങ്ങൾ നടത്തുന്നതിന് തടയുന്നതിലേക്ക് വേണ്ടിയുള്ള നിയമം, SC/ST ഷെഡ്യൂൾഡ് കാസ്റ്റ്, ഷെഡ്യൂൾഡ് ട്രൈബ് പ്രിവെൻഷൻ ഓഫ് അട്രോസിറ്റീസ് ആക്ട്, അങ്ങനെ വളരെ പൊതുജനങ്ങൾക്ക് ഗുണകരമായിട്ടുള്ളതും അങ്ങനെ അവരെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിലേക്ക് വേണ്ടിയുള്ള, അവർക്കെതിരെയുള്ള കുറ്റകൃത്യങ്ങൾ, പലതരത്തിലുള്ള കുറ്റകൃത്യങ്ങൾ തടയുന്നതിലേക്ക് വേണ്ടിയുള്ള നിയമങ്ങളും അതിനുള്ള നിയമസഹായങ്ങൾക്കുമുള്ള പ്രൊവിഷൻസൊക്കെ ധാരാളമുണ്ട്. അപ്പോൾ അത്
ജനങ്ങൾക്ക് കൂടുതൽ ഉപകാരമാകത്തക്ക തരത്തിൽ അത് അവർക്ക് ബോധവൽക്കരിക്കണം. ബോധവൽക്കരിക്കാത്തത് കൊണ്ടാണല്ലോ കുറ്റകൃത്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഇപ്പം നമ്മൾ പോലീസുകാരും അതുപോലെ തന്നെ അഭിഭാഷകരൊക്കെ ജുഡീഷ്യൽ ഓഫീസേഴ്സ് അവരെയൊക്കെ നമ്മൾ സംബന്ധിച്ച് കമ്പാരിറ്റീവ്ലി കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നത് കുറവാണ്. കാരണം അവർക്ക് നിയമം അറിയാവുന്നതുകൊണ്ടാണ്. അപ്പം ബാക്കിയുള്ള ജനങ്ങൾക്ക് അത് അറിയിക്കേണ്ട, കാരണം അവർക്ക് ബോധപ്പെടേണ്ട കാര്യമില്ല, അവർ എല്ലാ കാര്യങ്ങളിലും എൻഗേജ്ഡ് ആയി. അപ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് നിയമം സമയാസമയങ്ങളിൽ അവർക്ക് ബോധവൽക്കരിക്കേണ്ട ഒരു ബാധ്യത കൂടെ സർക്കാരിന് ഉണ്ട്. അത് പലപ്പോഴും ഈ അവയർനെസ് കിട്ടാത്തതാണ് പല കുറ്റകൃത്യങ്ങളിലേക്കും. തീർച്ചയായും പ്രത്യേകിച്ച് കുട്ടികളായിരുന്നാലും ദരിദ്രരായിട്ടുള്ള ആൾക്കാർക്കൊക്കെ അവന് അറിവില്ലാത്തത് കൊണ്ട് തന്നെയാണത് കൂടുതൽ. ഇപ്പം എവിഡൻസ് ഇത് അടുത്ത കാലത്ത് തന്നെ കഴുത്തറുത്ത് പോകുന്നില്ല. അയാൾക്ക് അറിഞ്ഞുകൂടാത്തതുകൊണ്ടാണ് ഇത് പിടിക്കപ്പെടും, ഇതെല്ലാം പെട്ടെന്ന് പിടിക്കപ്പെടും എന്നുള്ള കാര്യം. അല്ലെങ്കിൽ പുള്ളി ക്രിമിനൽ കേസിലൊക്കെ പലതിലുമൊക്കെ കുറ്റക്കാരനാണെന്ന് ആരോപിക്കപ്പെട്ട ആളാണല്ലോ. അപ്പോൾ അതുകൊണ്ടൊക്കെ അറിവുണ്ട്, അത് വേറെ കാര്യം. പിന്നെ ചിലർക്ക് ക്രിമിനൽ ടെൻഡൻസി ഉണ്ടായിരിക്കും. അവർ ഇനി ഏത് നിയമം ഉണ്ടെങ്കിലും അവർ ടെൻഡൻസി ഉള്ള. ഇതിനകത്ത് വേറൊരു പ്രശ്നം പലപ്പോഴും നമുക്ക് തോന്നുന്നു പറഞ്ഞാൽ, ഈ പലരെയും നമ്മൾ പല കേസുകളിലും പിടിക്കുമ്പോൾ ഇയാളുടെ പേരിൽ പല കേസുകൾ ഇന്ന സ്ഥലത്തുണ്ട്, അവിടെ ഇയാൾ ജാമ്യത്തിൽ ഇറങ്ങി മുങ്ങി നടക്കുന്നത്. ഇതൊരു ഭയങ്കര ഭീകര പ്രശ്നമല്ലേ? അതായത് ഈ ഒരു കേസിൽ, അതായത് ഒരു സീരിയസ് ഒഫൻസിൽ ഉൾപ്പെട്ട ഒരാൾ അയാൾ ജാമ്യത്തിൽ ഇറങ്ങി മറ്റൊരു സ്ഥലത്ത് വന്ന് വീണ്ടും അതേ, ഇപ്പം ആലുവയിൽ ഒരു കുഞ്ഞിനോട് ചെയ്തത് നമുക്കറിയാവുന്ന കാര്യമാണ്. അയാൾ സിമിലർ കേസുകളിൽ മുമ്പും അയാൾ ഉൾപ്പെട്ടിട്ടുള്ള ഒരാളാണ്. അത്തരം ആൾക്കാരെ ഈ ഇങ്ങനെ ഇറക്കി വിടുക എന്നത് അത് പൊതുജനങ്ങൾ ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. നമ്മുടെ രാജ്യത്തിലെ നിയമം അനുസരിച്ച് കോടതി കുറ്റക്കാരനാണെന്ന് കണ്ടെത്തുമ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ ഞാൻ കുറ്റവാളിയാകുന്നത്. മാത്രമല്ല, അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് ജാമ്യമൊക്കെ കൊടുക്കുന്നത്. ഇപ്പോൾ എന്താണ് നമ്മൾ ഈ റിമാൻഡിൻ്റെ ഇടയിൽ ജാമ്യം കൊടുക്കും. പോലീസ് റിപ്പോർട്ട് ഇൻവെസ്റ്റിഗേഷൻ പൂർത്തിയാകാതെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ചുമ്മാ ആവശ്യമില്ലാതെ നമ്മൾ ഇടാനും പാടില്ല. പക്ഷേ അങ്ങനെ വിടുന്നവരെ അവരെ ഫോളോ ചെയ്യേണ്ടതും അതിന്റെ ഒരു ബാധ്യത അതിനൊക്കെ നിയമങ്ങളുണ്ട്. അല്ല, ഈ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും വന്ന് അതൊക്കെ ഈ ജാമ്യ വകുപ്പിൽ കാണും. പക്ഷേ അവർ ഈ 1-2 ആഴ്ചകൾ വരാതിരിക്കുമ്പോൾ ഇതിനകത്തൊക്കെ പല രീതിയിലുള്ള ഇന്റർഫിയറൻസ് കാണും. പൊളിറ്റിക്കൽ ഇന്റർഫിയറൻസ് കാണും, മേലുദ്യോഗസ്ഥ അവരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾ, അങ്ങനെയുള്ള പിന്നെ നിർവഹണം കൃത്യസമയത്തിന് പോലീസ് ഓഫീസേഴ്സും അതിന് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ നടത്താതിരിക്കുക, അതൊക്കെയാണ്. അതൊക്കെ നടത്തുന്ന ഉദ്യോഗസ്ഥന്മാരുണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല. അങ്ങനെ അതാണ് അതിൻ്റെ കാര്യം. പ്രതിയെ റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ ആ പ്രതിയെ ഫോളോ ചെയ്യേണ്ട ഒരു ബാധ്യതയുണ്ട്. അതൊക്കെ ചെയ്യണം, എങ്കിൽ പിന്നെ കുഴപ്പമില്ല. അല്ലാതെ ഈ പുതിയ നിയമത്തിൽ അങ്ങനെ അതൊക്കെ എങ്ങനെയായിരുന്നു നടന്നത് അതങ്ങനെ തന്നെയായിരിക്കും. അപ്പൊ ഫലത്തിൽ വലിയ വലിയ മാറ്റങ്ങളൊന്നുമില്ല, ആശങ്കപ്പെടേണ്ട കാര്യങ്ങളില്ല. ആകെ ചില ചെറിയ കാര്യങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യുന്നതിലേക്ക് വേണ്ടി, അത് പഠിച്ചെടുക്കുന്നതിലേക്ക് വേണ്ടിയുള്ള ഒരു സമയപരിധിയും സമയക്കുറവും ഒക്കെ ഉണ്ട് എന്നേ ഉള്ളൂ. അതൊക്കെ പഠിച്ചെടുത്തോളൂ. തീർച്ചയായും പിള്ളേരെ സംബന്ധിച്ചിടത്തോളം, ഇനി പുതുതായിട്ട് പഠിക്കാൻ വരുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പിന്നെ ഇത് ഈസിയായി മാറുകയില്ല. അടുത്ത തലമുറയ്ക്ക് സ്വാഭാവികമായിട്ട് നല്ല കാര്യമില്ല. എത്രയോ നിയമങ്ങൾ മാറുന്നു, പുതിയ നിയമങ്ങൾ വരുന്നു. ഇപ്പോൾ നമ്മുടെ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് മാറിയില്ലേ, 2000 അതിൽ മാറി പുതിയ നിയമം വന്നു. കമ്പനി നിയമം വന്നു, കംപ്ലീറ്റ് പാടെ മാറ്റി പുതിയത് വന്നു. അങ്ങനെ പല നിയമങ്ങളും മാറും. പിന്നെ ക്രിമിനൽ ലാ എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും അത് സൂക്ഷിക്കേണ്ടതും മാത്രമല്ല സീരിയസ് ആയിട്ടുള്ള സർക്കാർ പൊതുജനത്തിനെതിരെയുള്ള കുറ്റങ്ങളല്ലേ. അപ്പോൾ അതാകുമ്പോഴത്തേക്കും കുറച്ചുകൂടെ നമ്മളെ അത് അഫക്റ്റ് ആക്കുക. മറ്റേത് കമ്പനി ഫോം ചെയ്യാൻ പോകുന്നവർക്കല്ലേ കമ്പനി നിയമം. കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് മാറിയില്ലേ, മൊത്തം ഉടച്ചു പറഞ്ഞ് പുതിയ നിയമം വന്നില്ലേ. അപ്പോൾ അതുകൊണ്ട് അതുപോലെ ഇതൊന്നും മാറും. ഇതെല്ലാം നല്ലതിന് തന്നെയാണ് വിചാരിക്കുന്നത്. അപ്പോൾ പൊതുജനങ്ങൾക്കായാലും ശരി, ഈ മറ്റുള്ള ഈ ഇത് നടപ്പിലാക്കുന്നവർക്കായാലും ശരി, ഇതെല്ലാം നല്ല വൃത്തിയായിട്ട് കാര്യമായിട്ട് ചെയ്യാൻ പറ്റും. തീർച്ചയായിട്ടും പറ്റും. അതിന് കുറച്ച് സമയം വേണമെന്ന് മാത്രം. അത്രയേ ഉള്ളൂ. ചെറിയ ആശങ്കകൾ ഉണ്ടായിരുന്നു. അത്തരം ആശങ്കകളൊക്കെ ക്ലിയർ ചെയ്ത് തന്നു. എനിക്ക് തോന്നുന്നു പൊതുജനങ്ങൾക്ക് ഈ ഒരു സാറിൻ്റെ ഈ ഒരു സംസാരത്തിലൂടെ ആൾക്കാർക്ക് ഒരുവിധം കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടാവും. കൂടുതൽ എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ ഈ പറഞ്ഞ പോലുള്ള കാര്യങ്ങൾ ഈ വരുന്ന പത്രമാധ്യമങ്ങളിലൊക്കെ വരുന്ന കാര്യങ്ങൾ അവർ ഫോളോ ചെയ്യുക. കുറച്ച് നാൾ എന്തായാലും ഇതൊരു സമയം എടുക്കും. നിയമങ്ങൾ മാത്രമല്ല, എല്ലാ നിയമങ്ങളും ഒരു അവയർനെസ് അനിവാര്യമാണ്. വളരെ വളരെ സന്തോഷം സാർ, ഇത്രയധികം വിവരങ്ങൾ കൈമാറിയതിന്. താങ്ക് യു സോ മച്ച്.